Hey guys, welcome back to another video. Ranjit here. സോ മൂന്നാം ഘട്ടം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അതോടൊപ്പം തന്നെ ഈ ഒരു നിലവാരത്തിലുള്ള മറ്റേതെങ്കിലും ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ. സോ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മിക്ക ആസ്പിരൻസും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യും. നല്ല കോൺഫിഡൻസോടുകൂടിയായിരിക്കും ഈവൻ എക്സാമിനേഷൻ ഹാളിലേക്കും പോവുക. നമ്മൾക്കൊരു പ്ലാനൊക്കെ ഉണ്ടാകും, ഈ രീതിയിലാണ് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, ഈ രീതിയിൽ ടൈം മാനേജ് ചെയ്യണം, ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനും ഉണ്ടാകും. എന്നാൽ എന്തുകൊണ്ടൊക്കെയോ എക്സാമിനേഷൻ ഇടയിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ എക്സാമിനേഷനിലുള്ളൊരു കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുകയും മേ ബി അൺനെസസറി ആയിട്ടുള്ള നെഗറ്റീവ്സ് വരുത്തുന്നു, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും ആൻസർ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഒരു തോന്നൽ വരിക, ഒരല്പം കൂടിയൊക്കെ ബെറ്റർ ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഈ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഇതിന് പിന്നിലുള്ളൊരു മേജർ റീസണെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ട് ഐ കോൾ ദ ഹിഡൻ 15-minute ട്രാപ്പ്. അതായത് വളരെ സൈലൻ്റ് ആയിട്ട് എക്സാമിനേഷനിലുള്ള കൺട്രോൾ ആസ്പിരൻസിന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, വിത്തൗട്ട് ഫർ ദ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദിസ് ഹിഡൻ 15-minute ട്രാപ്പ്, ഇത് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ഡിലേയ്സ്. എക്സാമിനേഷൻ സമയത്ത് നമുക്ക് വലിയ പ്രോബ്ലം ആയിട്ടൊന്നും തോന്നുകയില്ല, എന്നാൽ സ്ലോലി നമുക്ക് എക്സാമിനേഷനിലുള്ള മുഴുവൻ കൺട്രോള് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒന്നാണത്. വളരെ ഏർലി സ്റ്റേജിൽ നമുക്കത് സ്പോട്ട് ചെയ്യാൻ സാധിച്ചാൽ വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. യൂഷ്വലി അത്തരത്തിൽ ആസ്പിരൻസ് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊരു ട്രാപ്പ് ആരും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാപ്പ് ബിഗിൻ ചെയ്യുന്നത്? ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ട്സ് വിത്ത് എ ഫ്യൂ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്. ഈ 15-minute ട്രാപ്പ് എന്നുള്ളത് ഒരിക്കലും ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ അത് തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ്. മേ ബി ഒരല്പം ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ ആകാം, ഒരല്പം ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീഡിങ്സ് ആവശ്യം വരുന്ന ചോദ്യങ്ങളാകാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ സ്മോൾ ടൈം ലീക്സ് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത് നമ്മുടെ ഒരു ഓവറോൾ മൊമെൻറ്റത്തെ ബാധിക്കുമെന്നുള്ളതാണ്. ഈ എക്സാമിനേഷൻ എഴുതുന്ന ആസ്പിരൻസിന് ഇത് തീർത്തും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വളരെ വ്യക്തമായിട്ട് കമാൻഡുള്ള ഒരു റീജിയൻ നിങ്ങളിങ്ങനെ സോൾവ് ചെയ്ത് വരികയാണെന്ന് കരുതുക. നിങ്ങൾക്കൊരു മൊമെൻറ്റം ഉണ്ടാകും, ഒരു പേസ് ഉണ്ടാകും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേസിൽ, അതായത് ഒരു സ്പീഡിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഒരു അക്യുറസിയോട് കൂടി സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു കോൺഫിഡൻസും ഒരു മൊമെൻറ്റവും നമ്മൾക്കുണ്ടാകും. ബട്ട് ദ മൊമെൻറ്റ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ഫോർമാറ്റിലുള്ള ഒരു ചോദ്യം എൻകൗണ്ടർ ചെയ്ത് അതിലൊരല്പം സമയം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ആ ഒരു മൊമെൻറ്റം ബ്രേക്ക് ആകും. മൊമെൻറ്റം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രഷർ ആക്ച്വലി സ്റ്റാർട്ട്സ് ബിൽഡിങ്. അതുവരെയുള്ള ഒരു രീതിയിലായിരിക്കില്ല പിന്നീട് അങ്ങോട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക. ദിസ് ഈസ് വേർ ദ ട്രാപ്പ് ബിക്കംസ് വെരി ആക്റ്റീവ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നലുണ്ടാവുക? അതായത് ചെറിയ രീതിയിലെങ്കിലും നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യനിലായിട്ട് ഇങ്ങനെ സമയം നഷ്ടപ്പെട്ട് പോയി മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന ഒരു സ്വാഭാവിക ചിന്തയാണ് ഐ എം ബിഹൈൻഡ്. അതായത് എനിക്ക് ഇനിയും ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുണ്ട്, ടൈം ഇസ് റണ്ണിങ്. ആ ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക? ആക്ച്വലി പ്രഷർ ടേക്സ് ഓവർ. അങ്ങനെ പ്രഷർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ബാധിക്കാനായിട്ട് പോവുക സ്ലോവർ റീഡിങ്. ഒന്നാമത്തെ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ വായന തന്നെ വളരെ സ്ലോവർ ആയിട്ട് മാറും. യുവർ ഡിസിഷൻ മേക്കിംഗ് ബിക്കംസ് വെരി വീക്ക്. അതായത് ഒരു ചോദ്യം സോൾവ് ചെയ്യണോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണോ എന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പോലും വളരെ വീക്കായിട്ട് മാറും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ പോലും അൺനെസസറിലി വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊരു തോന്നൽ പോലും വരും. ഇതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എക്സാമിനേഷൻ സമയത്ത് മേ ബി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നിയ ഒരു കാര്യം വീട്ടിൽ വന്നതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇത് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു എന്നൊരു കാര്യം ആ ഒരു ഘട്ടത്തിലായിരിക്കാം മേ ബി നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യ ഘട്ടത്തിൽ മേ ബി നമ്മൾക്ക് ട്രാപ്പായിട്ട് എക്സാമിനേഷൻ സമയത്ത് തോന്നിയത് ആ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നുവെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മുൻപിലുള്ള ആ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത് ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് അവിടെ വന്നിട്ടുള്ള ടൈം ലീക്സ്, അതുമൂലം ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രഷർ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള ട്രാപ്പ് എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങളെയും ബാധിക്കും. അതായത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും അല്ലാത്ത ചോദ്യങ്ങളെയും ഒക്കെ ബാധിക്കുമെന്നുള്ളതാണ്. ഈ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുക? അതായത് സമയം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ അണ്ടർ പ്രഷറിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ സ്ലോവർ റീഡിങ്ങും പുവർ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ വരും. പ്രതീക്ഷിച്ച രീതിയിൽ നമ്മൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ആദ്യത്തെ മൊമെൻറ്റം പോലും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മോർ ടൈം ലോസ് ആണ്. ഇനി എങ്ങനെയാണ് ആസ്പിരൻസ് ആക്ച്വലി ഈ ഒരു ട്രാപ്പിലേക്ക് വീഴുന്നത്? ഈ ഒരു ചോദ്യത്തിന് മുകളിൽ മേ ബി 4-5 മിനിറ്റൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തുകയില്ല. നമുക്കറിയാം ഇതൊരു ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പരീക്ഷയാണ് എന്നുള്ളത്. എന്നാൽ ഈ സ്മോൾ ടൈം ഡിലേസ് വരും. വൺ ഡിലേ ബിക്കംസ് മെനി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾക്കൊരു ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ, അതായത് ഒരു ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അത് സാധിക്കാതെ വരുമ്പോൾ അതിനൊരു റിക്കവറി ടൈമുണ്ട്. അതായത് അതിൽ നിന്നും മറ്റൊരു ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ടൈമുണ്ട്, ആ ഒരു റിക്കവറി ടൈമുണ്ട്.
അതുകൂടി ആഡപ്പ് ആയിട്ട് വരുമെന്നുള്ളതാണ്. സോ മൊമെൻറ്റം കീപ്സ് ഫോളിങ് ആൻഡ് ഓൾ ദീസ് ലോസസ്, അതായത് നമ്മൾ ഓരോ ചോദ്യത്തിലും അത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന ചെറിയ ടൈം ലീക്കുകൾ, ഈ ഒരു റിക്കവറി ടൈം, ഇതെല്ലാം ആഡപ്പ് ചെയ്ത് വരും. അത്തരത്തിൽ നമ്മൾ അറിയാതെ തന്നെ 10-15 മിനിറ്റ് ആയിരിക്കും എക്സാമിനേഷൻ്റെ സമയത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. ആൻഡ് നൗ ഹൗ ടു സ്റ്റേ ഔട്ട് ഓഫ് ദിസ് ട്രാപ്പ്. ഈ ഒരു ട്രാപ്പ് എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുക? അതിനാദ്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് മൊമെൻറ്റം ബിഫോർ പ്രൊട്ടക്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ചോദ്യം നമ്മൾ വായിക്കുമ്പോൾ വായിച്ച ഉടനെ തന്നെ ആൻസർ കിട്ടണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു 20 സെക്കൻഡ് നമ്മളൊരു ചോദ്യം ആ ഒരു സമയം എടുത്തുകൊണ്ട് വായിച്ചു എന്ന് കരുതുക. എന്നിട്ട് നമ്മൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ അപ്രോച്ച് വ്യക്തമല്ല, അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നൊരു അപ്രോച്ച് വ്യക്തമല്ല. അല്ലെങ്കിൽ 2 തവണ നമ്മളൊരു ചോദ്യം വായിച്ചിട്ടും 3-ാമത്തെ തവണയും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു വാർണിംഗ് സൈനാണ്. ആ ഒരു ചോദ്യം ഓൾറെഡി നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. ആ നിമിഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മൂവ് ഓൺ ചെയ്യുക. അതായത് ഒരു ഗിൽറ്റും കൂടാതെ ആ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക എന്നതാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. ഞാൻ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ട് പറയാറുള്ള ഒരു തംബ് റൂളാണ് സെക്യൂർ ഈസി മാർക്സ് ഏർലി. ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ആദ്യം തന്നെ സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. കാരണം ക്വാളിഫയിങ് എക്സാമിനേഷൻസിൽ എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യുക എന്നുള്ളതല്ല ആ ഒരു സക്സസിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓഫ് ദി എക്സാമിനേഷൻ എന്നുള്ളതാണ്. പിന്നീട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഈവൻ അത്തരത്തിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തില്ല എങ്കിൽ പോലും കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ പലപ്പോഴും ഈ ഒരു ലെവലിലുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഉദ്യോഗാർത്ഥികൾക്ക് പാസ്സാവാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന 4-5 ചോദ്യങ്ങളല്ല, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു റീജൻ അല്ല, മറിച്ച് ആ ചോദ്യങ്ങളുടെ മുകളിലുള്ള നമ്മുടെ ഒരു റിയാക്ഷനാണ്. ആ ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, അവിടെ എങ്ങനെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നു, ഈ സമയം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന പ്രഷർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫെയിലിയർ വരുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഈ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ആ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പര്യാപ്തമായിട്ട് ഉള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. വളരെ സ്മാർട്ടായിട്ടാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ. പലർക്കും പറ്റിയിട്ടുള്ള ഒരു കാര്യം എക്സാമിനേഷൻസിനിടയിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. പ്ലീസ് ഡോണ്ട് ട്രൈ ടു കൺട്രോൾ എവറി സിംഗിൾ ക്വസ്റ്റ്യൻ, കൺട്രോൾ യുവർ ടൈം. ബിക്കോസ് ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ല ഒരു ആസ്പിരന്റിനെ ബീറ്റ് ചെയ്യുന്നത്, ലൂസിങ് കൺട്രോൾ ഓഫ് ദി എക്സാമിനേഷൻ, അതാണ് ഏറ്റവും അധികം പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യം. സോ അത് ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെവലിലുള്ള എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ us ഓൺ ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമാന്യം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനും അതുപോലെ തന്നെ എക്സാമിനേഷൻ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ടായിട്ട് പോലും പലർക്കും അത് ആ ഒരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ഒരു മൊമെൻറ്റവും ടൈമും കൺട്രോൾ ചെയ്ത് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഈ പരീക്ഷ എന്നല്ല, ഡിഗ്രി തലത്തിലുള്ള ഏതൊരു പ്രിലിമിനറി എക്സാമിനേഷനും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3-ാം ഘട്ട പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിജയാശംസകൾ. നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ.